മണ്ണിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സുരേഷ് ഗോപി നടത്തുന്ന റോഡ് ഷോ സ്വരാജ് റൗണ്ടിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 10,000-കണക്കിന് 25,000-ഓളം പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയാണിത്. വളരെയധികം ജനക്കൂട്ടമാണ് തങ്ങളുടെ പ്രിയ താരത്തെ, പ്രിയ നേതാവിനെ കാണാനായിട്ട് സ്വരാജ് റൗണ്ടിന്റെ ഇരുവശത്തും തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ നടക്കുന്നത് ഒരു SG ഷോയാണ്. തൃശൂരിന്റെ വീഥികളെ സുരേഷ് ഗോപി കയ്യിലെടുക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് വരുന്ന പ്രവർത്തകർ ഈ റോഡ് ഷോയ്ക്കൊപ്പം അണിനിരക്കുന്നുണ്ട്. തൃശൂരിന്റെ വീഥികളെ പ്രകമ്പനം കൊള്ളിച്ച് സുരേഷ് ഗോപി നടത്തുന്ന റോഡ് ഷോ സ്വരാജ് റൗണ്ടിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മിന്നും നേട്ടമാണ് ഇക്കുറി BJP തൃശൂരിൽ നേടിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ തൃശൂരിനെ സുരേഷ് ഗോപി ഇങ്ങെടുത്തു. ശക്തന്റെ വീതിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സുരേഷ് ഗോപി നടത്തുന്ന റോഡ് ഷോ കടന്നു വരികയാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ്
തൃശൂരിലെ മിന്നും വിജയത്തിന് ശേഷം, ചരിത്ര വിജയത്തിന് ശേഷം ശക്തന്റെ മണ്ണിൽ റോഡ് ഷോയുമായി എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇവിടെ ആരംഭിക്കുകയാണ്. തൃശൂർ കളക്ടറേറ്റിൽ ചെന്ന് വിജയപത്രിക ഏറ്റുവാങ്ങിയ ശേഷം ഇപ്പം സ്വരാജ് റൌണ്ടിലേക്ക് എത്തുന്ന റോഡ് ഷോയിൽ ഏതാണ്ട് 25,000-ഓളം പ്രവർത്തകർ അണിനിരക്കും. രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പോലും അമ്പരപ്പിച്ചുകൊണ്ടുള്ള ഒരു മിന്നും നേട്ടമാണ് തൃശൂരിൽ ബിജെപി കുറി സ്വന്തമാക്കിയത്. തൃശൂർ അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപി ഇങ്ങ് എടുത്തു. അല്ല, അദ്ദേഹം പറഞ്ഞ പോലെ തൃശൂരിനെ അദ്ദേഹത്തിന് അങ്ങ് കൊടുത്തു. കേരളത്തിലെ ആദ്യമായിട്ടാണ് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി ജയിക്കുന്നത്. ചരിത്ര നേട്ടമാണ് ബിജെപി സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ റോഡ് ഷോ സ്വരാജ് റൌണ്ടിലെത്തി. അവിടെ ഏതാണ്ട് 25,000-ഓളം പ്രവർത്തകരാണ് അണിനിരക്കുന്നത്. കളക്ടറേറ്റിൽ നിന്ന് വിജയപത്രിക ഏറ്റുവാങ്ങിയ ശേഷം റോഡ് ഷോ നയിക്കാനായി, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി ഇപ്പോൾ സ്വരാജ് റൌണ്ടിലേക്ക് സുരേഷ് ഗോപിയും മറ്റ് പ്രവർത്തകരും എത്തിച്ചേരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും NDA നടത്തിയത് വൻ വോട്ട് വേട്ടയാണ്. ഇക്കുറി മിന്നും വിജയമാണ് തൃശൂരിൽ ബിജെപി നേടിയിരിക്കുന്നത്. ശക്തന്റെ തട്ടകത്തിൽ താമര വിരിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. തൃശൂരിൽ നിന്നും ക്യാമറമാൻ ആകാശ് എസ് മനോജിനോടൊപ്പം ശ്രീലക്ഷ്മി മേനോൻ.